ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പെർസെന്റേജിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ CGL 2024 വേണ്ടി CHSL 2024 വേണ്ടിയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ പെർസെന്റേജിന്റെ വളരെ നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനലിലുള്ള കമന്റുകൾ തന്നെ, ഈ മാത്സിന്റെ ക്ലാസ്സുകളിലെ കമന്റുകൾ തന്നെ നോക്കിയാൽ മതി നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടാണ് നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ അതെല്ലാവരും അത് യൂസ് ചെയ്യുക. അതായത് സീരിയൽ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ഫുൾ ക്ലാസ്സുകൾ മാത്സിന് തന്നെ ഇപ്പൊ 20 കൂടുതൽ ക്ലാസ്സുകളായി. അപ്പൊ അത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. നിങ്ങൾ അതിന്റെ ക്വാളിറ്റി ജസ്റ്റ് കുറച്ച് കാണുമ്പോൾ തന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് കണ്ടു നോക്കുക. എന്നിട്ടൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എക്സാമിന് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടന്റുകളിൽ നിന്ന് ബാക്കിയുള്ളവർ പറയുന്നതും അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് നമ്മുടെ മെത്തേഡ്സും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ കണ്ട് തന്നെ പഠിച്ചു നോക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ക്ഷമയോടെ ക്ലാസ് കണ്ട് പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ക്വാളിറ്റിയും എല്ലാം അറിയാൻ പറ്റും. നമുക്ക് പെർസെന്റേജിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അടുത്ത സെക്കൻഡ് പാർട്ട് ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. ദിശ ഓൺലൈൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതും അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലുള്ള ക്ലാസ്സുകൾ SSC അതേപോലെ റെയിൽവേ അങ്ങനെയുള്ള എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയുള്ള എല്ലാ എക്സാംസിന് വേണ്ടിയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാം എന്തുണ്ട്, ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ ഡെമോ ക്ലാസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഡെമോ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റിയിലാണ്. നമ്മുടെ യൂട്യൂബിൽ തരുന്നതിനേക്കാളും ക്വാളിറ്റിയിൽ ക്ലാസ്സുകൾ അവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് അത് വളരെ വലുതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡെമോ ക്ലാസ് മാത്രം ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാം അവൈലബിൾ ആണ്. മെന്ററിംഗ് ഇതെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെർസെന്റേജിന്റെ ബേസിക് ക്ലാസ്സുകളും എല്ലാം ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യാവുന്നതാണ്. എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. എല്ലാം എന്ത് ചെയ്യണം, കണ്ട് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ബേസ് ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ ബേസിക് ക്ലാസ്സുകളും ഇവിടെ ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദ പ്രൈസ് ഓഫ് എ കോമോഡിറ്റി ഇൻക്രീസസ് ബൈ 28%. However, the expenditure on it increases by 12%. What is the percentage increase or decrease in the consumption? ഇത് നോക്കി തന്നെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 16/128. 16/128 എന്ന് പറയുമ്പോൾ എത്രയാണ്, 16/128 എന്ന് പറയുമ്പോൾ 4/32 എന്ന് പറഞ്ഞാൽ 1/8. 12.5 എന്ന് പറയുമ്പോൾ എത്രയാണ്, 12.5% ഡിക്രീസ്. ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇത് എന്ത് ചെയ്യണ്ട, പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. 16/8 ഓക്കെ, 80/40. ഓക്കെ, 16 അപ്പോൾ 1/8 ആണ്. 4/32 വേണ്ട, 1/8 ആണ്. എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേന എടുക്കുക ചെയ്യേണ്ടത്, അതിന് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവണം. അപ്പൊ അത് എവിടെ ചെയ്തിട്ടുണ്ട്, ഞാൻ പെർസെന്റേജിന്റെ ബേസിക് ക്ലാസ് SSC GD 2022 ക്ലാസ്സിൽ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനി ആദ്യം പെൻ ഫ്രീ മെത്തേഡും പറയും, പിന്നെ അതേപോലെ ഇതിന്റെ മെയിൻ മെത്തേഡും പറയും. അതായിരിക്കും നമ്മുടെ ഒരു ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കും, നമ്മുടെ പ്രൈസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ്. ഇതെന്ത് ചെയ്യണം, പേന എടുക്കാതെ ചെയ്യണം. ഇവിടെ എക്സ്പെൻഡിച്ചർ എന്താണ്, ഇവിടെ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് അല്ല. നിങ്ങൾ അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഇവിടെ എന്തല്ല, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് അല്ല. ഇവിടെ എന്താ ചേഞ്ച് വരുന്നത്, അപ്പൊ ആദ്യമേ 100 രൂപയ്ക്ക് ഞാനൊരു സിമ്പിൾ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞുതരാം. അപ്പൊ 100 രൂപയ്ക്കായിരുന്നു നമ്മൾ സാധനം വാങ്ങുന്നത്, ഏതോ കോമോഡിറ്റിയാണ്. അപ്പൊ ഇതിന്റെ പൈസ ഇപ്പൊ ഇത്രയും രൂപയ്ക്ക് ഒരു X കിലോ അല്ലെങ്കിൽ എത്രയോ കിലോ സാധനം കിട്ടുമായിരുന്നു. അപ്പൊ ഇതിന്റെ പൈസ എന്തായി, ഇപ്പൊ എന്തായി, 100ൽ നിന്നും 100 ആണെങ്കിൽ 28%, 28 128 അപ്പൊ ഇപ്പൊ എന്താ എന്റെ അർത്ഥം, ഈ 100ന്റെ സ്ഥാനത്ത് 128 എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, നേരത്തെ 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്ന സാധനങ്ങൾ, അതായത് നേരത്തെ 100 രൂപയ്ക്ക് X കിലോ സാധനമായിരുന്നു വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ 128 രൂപ കൊടുക്കേണ്ടി വന്നേനെ. എന്തിന്, ഈ അതേ X കിലോ സാധനം വാങ്ങാൻ ഇപ്പൊ എത്ര രൂപ കൊടുക്കേണ്ടി വന്നേനെ, 128 രൂപ കൊടുക്കേണ്ടി വന്നു. നേരത്തെ X കിലോ സാധനം വാങ്ങാൻ 100 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ഇപ്പൊ അതിന്റെ പൈസ കൂടി എന്തായി, അത് 128 രൂപയായി. അപ്പൊ ഇതൊക്കെ എക്സ്പ്ലനേഷൻ ആണ്. ഇതൊന്നും നമ്മുടെ എക്സാമിന് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്, പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പഠിച്ചിട്ട് ഈ കാര്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെൻ ഫ്രീ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ 100ന്റെ സാധനം എന്തായി, 128 ഇനി ഇവിടെ എന്താ പറയുന്നത്, ഹൗഎവർ ദ എക്സ്പെൻഡിച്ചർ ഓൺ ഇറ്റ്. അപ്പൊ ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഇതിന് ഒരുപാട് സമയം എടുക്കത്തില്ല. എന്ത് ചെയ്യും, ഇതുപോലെ പെൻ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ അറിയണം. പെർസെന്റേജ് ബേസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ 100ന്റെ സ്ഥാനത്ത് അവരെന്താ പറഞ്ഞത്, ദ എക്സ്പെൻഡിച്ചർ ഓൺ ഇറ്റ് ഇൻക്രീസസ് ബൈ 12%. അതായത് അവർ പറയുന്നത് അതിന്റെ എക്സ്പെൻഡിച്ചർ അവർക്ക് എത്രയേ പറ്റത്തുള്ളൂ, 12%. 12% എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ഥാനത്ത് എത്രയായി, 100ന്റെ 12% 12 ആണ്, 112 ആയി. എന്റെ അർത്ഥം എന്താ, എക്സ്പെൻഡിച്ചർ അവർക്ക് 100 ആയിട്ട് വെക്കാൻ പറ്റത്തില്ല.
അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 112 വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് 128 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ കിട്ടത്തില്ല. എത്ര രൂപയ്ക്കുള്ള സാധനങ്ങളെ കിട്ടത്തുള്ളൂ? 112 രൂപയ്ക്ക് അപ്പൊ കിട്ടുന്ന സാധനം. 128 രൂപയ്ക്ക് അപ്പൊ കിട്ടുന്ന സാധനമായിരുന്നു അവർക്ക് വേണ്ടത്. അതായിരുന്നു അവർക്ക് ഒറിജിനൽ കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അത് അപ്പൊ എന്തല്ല, 128 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൺസെപ്ഷനിൽ എന്തില്ല, പെർസെന്റേജ് ഡിക്രീസോ ഇൻക്രീസോ ഒന്നുമില്ല. പക്ഷേ എന്താണ്, 128 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം അല്ലെങ്കിൽ 128 രൂപയ്ക്ക് എത്ര കിലോ കിട്ടുമായിരുന്നോ ആ സ്ഥാനത്ത് ഇപ്പൊ എത്ര കിട്ടത്തുള്ളൂ? 112 രൂപയ്ക്ക് അപ്പൊ എത്ര കിട്ടുമോ അതേ കിട്ടത്തുള്ളൂ. ഇതന്നെ പെട്രോളിന്റെ ഇത് വെച്ചിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കൺസെപ്ഷന്റെ റേഷ്യോ എന്താണ്? ഇതാണ് കൺസെപ്ഷൻ റേഷ്യോ. കൺസെപ്ഷന്റെ റേഷ്യോ എന്താ ഇവിടെ വരുന്നത്? കൺസെപ്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ 128 രൂപയുടെ സാധനം കിട്ടേണ്ടടുത്ത് 112 രൂപയുടെ സാധനമേ കിട്ടത്തുള്ളൂ. അപ്പൊ എത്രയാണ് നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ കൺസെപ്ഷൻ? നമുക്ക് എന്ത് മതി? റേഷ്യോ മതി. അല്ലെങ്കിൽ നോക്കാം, 128 രൂപയുടെ സാധനത്തിന് എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നത്? 112. എത്ര കുറയുന്നത്? 16 കുറയുന്നത്. 16 കുറയുന്നത്. 16 രൂപയുടെ സാധനം കിട്ടത്തില്ല. എത്രയില്? 128. അതായത് നേരത്തെ 128 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര കിട്ടത്തുള്ളൂ? 112 കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് 8 വെച്ച് വെട്ടണ്ട. 8 വെച്ച് വെട്ടാം. 8 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇത് 16 8നേക്കായി നല്ലത് 34 അല്ല 34 8 തന്നെ വെച്ചാൽ 8 16 8 8 വെച്ചുമ്പോ 14 8 ഇത് 8 7 8 7. അതിന്റെ അർത്ഥം എന്താ? നേരത്തെ 8 ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്ര കിട്ടത്തുള്ളൂ? 7 കിട്ടത്തുള്ളൂ. എത്ര കുറയുന്നത്? 1 കുറയും. എത്രയില്? 8. 1 കുറയുന്നത്. എത്രയില്? ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 നിന്നും 1 കുറയും. അതാണ് പെർസെന്റേജ് ചേഞ്ച്. എത്ര കുറയുന്നു അതേ ഡിവൈഡ് ബൈ ഇനിഷ്യൽ വാല്യൂ. അപ്പൊ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1/8 എന്താണ്? ഇവിടെ ഡിക്രീസ് ആണ്. അപ്പം 1/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 12% ആണ്. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. 12% ഡിക്രീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും റേഷ്യോ ഒന്നും കാണണ്ട. എന്ത് ചെയ്യാം? ഡയറക്റ്റ് 128 നിന്നും 112 എത്ര? 16 കുറയുന്നു. 16 ബൈ എത്ര? ഇനിഷ്യൽ വാല്യൂ ആണ് ബേസ് എന്ന് പറയുന്നത് 128. നമ്മൾ വെട്ടുമ്പോൾ എത്തിട്ടും 1/8 കുറയെന്ന് പറഞ്ഞാൽ എന്താണ്? 12% ഡിക്രീസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പൊ ഇനി ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ 100 നിന്ന് ഇത് കൂട്ടാം. 128 ഇത് 112 എത്ര ഡിഫറൻസ് എടുക്കുക? 16 ഡിവൈഡ് ബൈ വലുത്. വലിയ വാല്യൂ എത്രയാണ്? 128. 16 ഡിവൈഡ് ബൈ വലിയ വാല്യൂ 128 ഡിവൈഡ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 1/8 എന്ന് വരും. 1/8 എന്ന് പറഞ്ഞാൽ 12% ഡിക്രീസ്. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? ഞാനിത് പേന എടുക്കാതെ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എങ്ങനെയായിരിക്കും പറയുന്നത്? നിങ്ങൾക്ക് ആദ്യം ഞാൻ പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് പറയും. പിന്നെ എന്ത് ചെയ്യും? അതിന്റെ ഡീറ്റെയിൽഡ് വഴി പറയും. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡീറ്റെയിൽഡ് വഴി പഠിക്കണം. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പേന എടുക്കാതെ ചെയ്യണം. എങ്കിലേ ഞാൻ ഈ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഈ മെത്തേഡ്സ് കൊണ്ട് യൂസ് ഉള്ളൂ. ഇതൊന്നും ആരും നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. അവർ വിചാരിക്കും കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല. കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവരുടെ ക്ലാസ് എന്ത് വരുന്നില്ല? വ്യൂസ് കുറഞ്ഞു പോകും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. വ്യൂസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം കണ്ടാൽ മതി. പക്ഷേ അതെന്ത് ചെയ്യണം? കാണുന്നവർക്ക് അത് പ്രയോജനമാകും. കാണുന്നവർക്ക് ഈ 100% ഉറപ്പുണ്ട്. ഈ CGL 2024 പ്ലേലിസ്റ്റ്, CGL 2024 പ്ലേലിസ്റ്റ്, അതേപോലെ CGL 2023 പ്ലേലിസ്റ്റ്, അതേപോലെ SSC GD 2022 പ്ലേലിസ്റ്റ്, അതേപോലെ SSC CGL പ്രിലിംസിന്റെ സൊല്യൂഷൻ, അതുപോലെ CHSLന്റെ പ്ലേലിസ്റ്റ്, MTSന്റെ പ്ലേലിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തെരഞ്ഞു പിടിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്സിൽ ബാക്കിയുള്ളവരെക്കായും നോർമൽ മെത്തേഡിൽ പഠിക്കുന്നവരെക്കായും ഒരു 50-60% കൂടുതൽ മാർക്ക് കിട്ടും നേരത്തേക്കായി. അവർക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ എവിടെ ഉണ്ട്? ഇതിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പഠിക്കണം. ഒരു നോട്ട് എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് അതിന്റെ ഒരു ഗുണം. ഓക്കെ, നമ്മൾ എന്തായാലും ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ ഏറ്റവും ക്വാളിറ്റി കണ്ടന്റ് നമ്മൾ തന്നുകൊണ്ടിരിക്കും. അതായത് സിമ്പിൾ കണ്ടന്റ് എന്നും ഒരേ കണ്ടന്റ് വീണ്ടും വീണ്ടും ഇട്ട് നമ്മൾ അടുത്ത ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. CGL 2023 ചെയ്ത കണ്ടന്റ് അല്ല ഞാൻ CGL 2024 ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ചാനലുണ്ട് മലയാളത്തിൽ. അത് എനിക്ക് അതിന്റെ ക്വാളിറ്റി ഞാൻ എന്താ പറയുന്നത്, അത് നിങ്ങൾക്ക് യൂസ് ഉള്ള കാര്യമല്ല. ചെയ്യുമ്പോൾ നല്ല കണ്ടന്റ്, അതും ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യം പോലെ ക്വസ്റ്റ്യൻസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഒരിക്കലും തീരാത്തത്രയും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും? തരുന്നതായിരിക്കും. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങളുടെ കമന്റ് വഴിയൊക്കെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ കൂടുതൽ പേര് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വീഡിയോസ് എന്ത് ചെയ്യും? ചെയ്യുന്നതായിരിക്കും. The income of A is next question. Income of A is 40% less than that of B. If A gets 25% rise in his income and B gets 40% rise in his income, ഇപ്പൊ കുറച്ച് പേർക്ക് കാണും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെന്ന്. അത് കുഴപ്പമില്ല, വായിക്കുക, വീണ്ടും വായിക്കുക. നിങ്ങൾ ഒരു കാര്യം തന്നെ വീണ്ടും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ താനെ ഇമ്പ്രൂവ് ആയിക്കോളും. Then the percentage increase up to do decimal place. നമുക്കിപ്പോൾ ഡെസിമൽ പ്ലേസിന്റെ ഇഷ്ടമല്ല. കാര്യം എന്തുണ്ട്? നമ്മൾ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. മാത്സിന്റെ എക്സസൈസ് ചെയ്തു തുടങ്ങാത്ത ഒരു സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് വീഡിയോ കണ്ട് സെറ്റ് ആയിക്കോളും. CGL 2024 പ്ലേലിസ്റ്റിന്റെ ഫസ്റ്റ് വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്സിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുക എന്നുള്ള വീഡിയോ കാണും. അതിൽ ഇതെല്ലാം പറഞ്ഞു എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇതിന്റെ കമ്പൈൻഡ് ഇൻകം ഓഫ് A. അപ്പൊ ഇത് ഞാൻ എങ്ങനെ എക്സാമിന് ചെയ്യും? ഇൻകം ഓഫ് A is 40% ലെസ് ദാൻ ദാറ്റ് ഓഫ് B. 40% 2/5 ആണെന്ന് അറിയാം. അപ്പൊ A എത്രയാണ്? 5 ആണെങ്കിൽ 40%, 2 കുറവാണ്. B 5 ആണെങ്കിൽ ലെസ് ദാൻ ദാറ്റ്. B ആണെങ്കിൽ 3 ആണ്. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെ ഞാൻ എക്സാം ചെയ്യുന്ന പറയാം.
A gets 25% income and B gets 40% income, then the percentage increase in combined income. ഇവിടെ എത്രയാണ് 25, ഇവിടെ 40, നമുക്ക് 75, 90, 165/8, 165/8 എന്ന് പറയുമ്പോൾ 160/8 എന്ന് പറയുമ്പോൾ 160/8, 160/8 എന്ന് പറയുമ്പോൾ എത്രയാണ് 16, 20 വരുമല്ലോ, തെറ്റും. ഇൻകം ഓഫ് എ ഈസ് 40% ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. 5 ആണെങ്കിൽ ഇത് 3 ആണ്. ഓക്കെ, എ ഗെറ്റ്സ് 25% ഇൻകം, ഗെറ്റ്സ് 40% റൈസ് ഇൻ ഇൻകം. ഓക്കെ, 200 ആണ്. 200ഉം 75, 275/8 ആണ്. 275/8 എന്ന് പറയുമ്പോൾ 275/8, 275/8 എന്ന് പറയുമ്പോൾ 3 ബാക്കി 34, 34 പോയിന്റ് സംതിങ്. ഓക്കെ, ഓപ്ഷൻ സി നമുക്ക് ആൻസർ സി കിട്ടും. ഇത്ര എഴുതുന്നുള്ളൂ. നമുക്ക് അലിഗേഷൻ ചെയ്യാം അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ സി അലിഗേഷൻ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത്? ഇവിടെ എന്തുണ്ട്, വെയിറ്റഡ് ആവറേജും അലിഗേഷൻ കൂടെ വരുന്നുണ്ട്. ആർക്കെങ്കിലും അലിഗേഷൻ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് ക്ലാസ് ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ഞാൻ എന്റെ ലിങ്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കണ്ട, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കേണ്ട. എന്ത് ചെയ്യാം, ചോദിച്ചാൽ മതി. വെയിറ്റഡ് ആവറേജിന്റെ അലിഗേഷന്റെ ക്ലാസ് കൊണ്ട് ഞാൻ അയച്ചു തരാം. ഇത് പെർസെന്റേജ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് സാധനമാണ് നമ്മുടെ അലിഗേഷനും വെയിറ്റഡ് ആവറേജും. ഇവിടെ എന്താ പറയുന്നത്, 40% ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2/5 ആണ് 40%. ദാൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ബേസ്. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബി 5 ആണെങ്കിൽ എ എത്രയാണ്, 2 കുറവാണ്. ലെസ് എന്ന് പറഞ്ഞാൽ 5ന്റെ 40% 2 എന്ന് പറയുന്നത്. അതൊക്കെ ബേസിക് ക്ലാസ്സിൽ നമ്മുടെ 24 പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ പ്ലേലിസ്റ്റുകളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ 5 ആണെങ്കിൽ 2 കുറവ് എത്രയാണ്, 3 ആണ് നമ്മുടെ എയുടെ ഇൻകം. ഇതെന്താണ്, നമ്മുടെ ഇൻകത്തിന്റെ റേഷ്യോ ആണ്. ഇവരുടെ ഇൻകത്തിന്റെ റേഷ്യോ. എ ഗെറ്റ്സ് 25% റൈസ് ഇൻ ഇൻകം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, റൈസിൽ പെർസെന്റേജ് റൈസിൽ എന്ത് ചെയ്യണം, അലിഗേഷൻ ചെയ്യണം. അല്ലെങ്കിൽ അലിഗേഷൻ ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് ചെയ്യാം. എങ്ങനെയാണോ ചെയ്യാം. ഞാൻ വെയിറ്റഡ് ആവറേജ് ചെയ്ത് ഇതെങ്ങനെയാ അലിഗേഷൻ വെച്ച് ചെയ്തത്. അലിഗേഷൻ ചെയ്യുമ്പോൾ ഇത് എയുടെ കാര്യം, ഇത് ബിയുടെ കാര്യം. എക്ക് എത്ര ഇൻക്രീസ്, 25%. അലിഗേഷന്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം കാണാം. ഓക്കെ, എ ഗെറ്റ്സ് 25, എക്ക് എത്രയാണ് കിട്ടിയത്, 25% ഇൻക്രീസ്. അതുപോലെ ബിക്ക് എത്രയാണ്, 40%. എല്ലാം ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ്. ഓക്കെ, പെർസെന്റേജ് ഇൻകം. ദെൻ ദ കമ്പൈൻഡ്, ദെൻ ദ പെർസെന്റേജ് ഇൻക്രീസ്. കറക്റ്റ് 2 ഡെസിമൽ പ്ലസ് എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് കമ്പൈൻഡ് ഇൻകംസ് ഓഫ് എ ആൻഡ് ബി. കാര്യം ഞാൻ 34 കണ്ടപ്പോൾ എന്ത് മാർക്ക് ചെയ്ത്, വേറെ ഒരു ഓപ്ഷനും 34 ഇല്ല. എന്തെങ്കിലും നമുക്ക് വെയിറ്റഡ് ആവറേജ് 3 × 75 + 5 × 40 / 8 അങ്ങനെ മനസ്സിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അലിഗേഷൻ ചെയ്യാം. അലിഗേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ വരുന്നത്, ഈ കമ്പൈൻഡ് വാല്യൂ ആണ് വേണ്ടത്. അലിഗേഷൻ ഞാൻ എന്താണെന്നും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അലിഗേഷന്റെ ബേസിക് ക്ലാസ് വേണ്ടുന്നവർക്ക് എന്ത് ചെയ്യാം, ചോദിച്ചാൽ മതി. നമ്മൾ ലിങ്കിൽ കമന്റിൽ പറയാം. ഓക്കെ, അപ്പൊ എന്തോരും ഈ 3 യൂണിറ്റ്, ഈ 5 യൂണിറ്റ്, ടോട്ടൽ 8 യൂണിറ്റ് ആണ് എന്ത് ചെയ്തത്, ഇങ്ങനെ കിടക്കുന്നത്. അലിഗേഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 8 യൂണിറ്റ് ആണ് എത്ര, നമ്മുടെ 15 എന്ന് പറയുന്നത് അല്ലെ. 20ഉം 40ഉം നമ്മുടെ ഡിഫറൻസ് 15. 8 യൂണിറ്റ് വാല്യൂ ആണ് 15. നമുക്ക് എത്ര യൂണിറ്റ് വാല്യൂ ആണ്, ഏതെങ്കിലും 3 യൂണിറ്റ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ 5 യൂണിറ്റ് കണ്ടുപിടിക്കും. 3 യൂണിറ്റ് കണ്ടുപിടിക്കും. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത്. ഓക്കെ, 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 45/8. 45/8 എന്ന് പറയുമ്പോൾ 5, 40, 8, 5, 40. ബാക്കി 5/8. 5/8 എന്ന് പറയുമ്പോൾ ഞാൻ എത്ര പറഞ്ഞു, 5/8 എന്ന് പറയുമ്പോൾ 5/8, 50/8, 0.6 സംതിങ് വരും. അപ്പൊ ഇവിടെ ഇതിന്റെ വാല്യൂ എന്ത് വരും, 5.6 വരും. അതായത് 40 നിന്നും ഇങ്ങോട്ട് കുറയും. ഈ വാല്യൂ 5.6 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, 40 നിന്ന് കുറച്ചിട്ടാണ് 35 പിന്നെ 0.6, 34.4. അപ്പൊ ഏകദേശം 34.4ന്റെ അടുത്ത് ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ സി. ബാക്കി ഉള്ളതാണ്ട് 62 ആയിരിക്കും വരുന്നത്. ഓക്കെ, 0.62 ആണ് വരുന്നത്. അപ്പൊ 34.38. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 75/8 എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങോട്ട് കൂട്ടുക. അപ്പൊ അതൊക്കെ അലിഗേഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റഡ് ആവറേജ് ചെയ്യാം. വെയിറ്റഡ് ആവറേജ് എന്നാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. അതെല്ലാം അലിഗേഷന്റെ ഫസ്റ്റ് ക്ലാസ്. അത്രയും നല്ല ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. 3 ക്ലാസ് അലിഗേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ വെയിറ്റഡ് ആവറേജും അലിഗേഷൻ ഫുൾ മിക്സർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാം. ഓക്കെ, അടുത്ത ദിവസം. ഇപ്പൊ എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, 20-25 സെക്കൻഡുകൾക്കുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അല്ലാത്തൊരു ഇന്ന് 100ഉം 120 ഒക്കെ ഇട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, കാൽക്കുലേഷന്റെ സ്പീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കൂടുതൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാർക്ക് വാങ്ങും. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. A number P is 20% more than the number Q, but 10% less than a number R. What percentage is number Q of the number R? Number Q of the number. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കാം. ഇപ്പൊ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ നമ്പർ പി is 20% more than നമ്പർ ക്യൂ. ഇപ്പൊ 20% എന്താണ്, നമുക്ക് പിയും ക്യൂവും ആറും. ഞാൻ എന്ത് ചെയ്യാം, ആദ്യമേ ഞാൻ എക്സാമിന് ചെയ്യുന്ന വഴി പറയാം. ഇത് എക്സാമിന് ചെയ്താലും അല്ലാതെ ഒരേപോലെ തന്നെ ഇതേ ഉള്ളൂ. പി ക്യൂ ആർ ആണുള്ളത്. ഓക്കെ, നമ്പർ പി is 20% more than നമ്പർ ക്യൂ. ഇപ്പൊ ക്യൂ 5 ആണെങ്കിൽ പി എത്രയാണ്, 20%. 5ന്റെ 20% 6 ആണ്. ബട്ട് 10% ലെസ് ആണ് നമ്പർ ആർ. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ 10% ലെസ് ആണ്. 10% ലെസ് എന്ന് പറഞ്ഞാൽ എത്ര, 6 10 ആണെങ്കിൽ 10% ലെസ് ആണ്. ഇത് എത്രയാണ്, 9 ആണ് അല്ലെ, അല്ലേ പറഞ്ഞിരിക്കുന്നത്. പി ഈസ് പിയർ ആയിരുന്നു, പിയർ. ഓക്കെ, പിയർ ആയിരുന്നു. ഓക്കെ, പിയർ ആയിരുന്നു. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ പി ഈസ് 20% നമ്പർ ആർ, നമ്പർ ക്യൂ. ബട്ട് 10% ലെസ് ആണ് നമ്പർ ആർ. ഇതിനേക്കാളും 10% ലെസ് ആണ്. ഇത് 9 വേണം,
ഇത് 6 വേണം. രണ്ടിന്റെയും LCM എത്രയാണ്? 18 ആണ്. അപ്പൊ നമുക്ക് ഇനി 18 ആക്കാം. അപ്പൊ P 18 ആണെങ്കിൽ ഇത് എത്രയാണ്? 15 ആണ്. അപ്പൊ ഇത് 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% ലെസ് ആണ് നമ്പർ. ഇത് എത്ര വരും? ഇത് 20 വരും. ഞാൻ എങ്ങനെ എഴുതിയത് മനസ്സിലായോ? ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെയാണെങ്കിൽ എന്ത് ഞാൻ എക്സാം ചെയ്യുന്നത് ഈ വഴിയായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? PQR 20% പറഞ്ഞാൽ 1/5 ആണ്. മോർ ദാൻ എ നമ്പർ Q 5 ആണെങ്കിൽ 1 കൂടി എത്രയാണ്? 6 ആണ്. ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് 10% ലെസ് ആണ് നമ്പർ ആർ. ഇപ്പൊ P എന്ന് പറഞ്ഞാൽ 10% ലെസ് ആണ്. ഇത് 10 ആണെങ്കിൽ 1 കുറച്ച് എത്രയാണ്? 1/10 ആണ്. ഇത് 9 ആണ്. എന്ത് ചെയ്യാം? 2 LCM 18 ആണ്. ഇത് 18 ആക്കണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കണം, ഇത് 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും സ്റ്റെപ്പുകൾ എന്ത് ചെയ്യാം? നമുക്ക് അവോയ്ഡ് ചെയ്യാം. എല്ലാം റേഷ്യോയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 18, ഇത് 15, ഇതെന്താ? ഇത് 18 ആയി. 2 10 20. ഓക്കെ, PQR കിട്ടി. എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യണം. ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റണം. എങ്കിലേ കാര്യമുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അത് നിങ്ങൾക്ക് ജോലി വാങ്ങാൻ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. ബാക്കിയുള്ളവർക്കും സമയം നിങ്ങൾ കൂടുതലെടുക്കും. അപ്പോൾ ഇനി എന്താ പറഞ്ഞത്? ഇപ്പൊ റേഷ്യോ മതി. ഞാൻ പറഞ്ഞു പെർസെന്റേജ് അതിനോട് എന്ത് മതി? റേഷ്യോ. വാട്ട് പെർസെന്റേജ് ഈസ് നമ്പർ Q ഓഫ് നമ്പർ ആർ? അതായത് നമ്പർ Q നമ്പർ ആറിന്റെ എത്ര പെർസെന്റേജ്? Q/R ആണ് വേണ്ടത്. ഇപ്പൊ Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. 6 എന്ന് വെച്ചതാണ് 20 ആണ്. ഇത് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വെച്ചിട്ടുമ്പോൾ 3/4. 3/4 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 75%. അതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി നമുക്ക് എഴുതാം. മാർക്ക്. ഓക്കെ, റേഷ്യോ മാത്രം എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A reduction of 20% in the rate of sugar enables Sudhir to get 6 kg more sugar for 960. What is the reduced rate of sugar per kg? ഇതൊന്ന് ചെയ്ത് നോക്കി എല്ലാവരും. എല്ലാം ചെയ്ത് നോക്കി. ഈ ടൈപ്പ് ഞാൻ ആ പെർസെന്റേജ് ബേസിക് ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഒരു ചാപ്റ്ററിൽ തന്നെ, അതായത് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ടോപ്പിക്സ്, അതായത് ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവിഷൻ പോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും നിങ്ങളിപ്പം ഓഫ്ലൈൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ ക്ലാസ്സുകളിലോ ഓൺലൈൻ ക്ലാസ്സുകളിലോ പോയിട്ട് പെർസെന്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുള്ള അവർ ഇത് കാണുമ്പോൾ നിങ്ങൾ പഠിച്ച മെത്തേഡാണോ ഇത്? നിങ്ങൾ പഠിച്ച മെത്തേഡിനേക്കാൾ നല്ല മെത്തേഡ്സ് ആണോ ഇത്? ഇത് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും വേഗത. അതുകൊണ്ടാണ് ഞാൻ ഈ പെൻ ഫ്രീ സൊല്യൂഷൻസ് നിങ്ങളെ കാണിച്ചത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ പെൻ എടുക്കാതാണോ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണ്? റൈറ്റ് ട്രാക്കിലാണ്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇത്രയും പഠിച്ചത് വെറുതെയാണ്. വെറുതെ എന്നല്ല, നിങ്ങൾക്ക് അത് യൂസ് ആവത്തില്ല. അപ്പോൾ 3 മണിക്കൂർ തന്നിട്ട് നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും. പക്ഷേ 20 മിനിറ്റ് 15 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ ചെയ്യണം. ആ ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജോലിയിലോട്ട് എത്താൻ പറ്റൂ. അപ്പൊ അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്ലാസ്സുകൾ ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റി ചിന്തിക്കും. ഓക്കെ, റിഡക്ഷൻ ഓഫ് 20% ഇൻ ദ റേറ്റ് ഓഫ് ഷുഗർ enables Sudhir to get 6 kg more sugar for 960 rupees. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇവിടെ ഞാൻ എക്സാമിന് ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല. എത്ര ചെയ്യും? ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യും. റിഡക്ഷൻ ആണ് ഇവിടെ. അപ്പൊ എന്ത് ചെയ്യും? 5 നിന്ന് 4, 4 നിന്ന് 5, 1ന്റെ വാല്യൂ 6, റെഡ്യൂസ്ഡ് പ്രൈസ് ആണ്. അപ്പൊ 5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30, ഇതേപോലെ 30, 92/3 എത്ര കിട്ടും? ആൻസർ ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ പഠിച്ച ഓഫ്ലൈൻ സെന്റർ അല്ലെങ്കിൽ ഓൺലൈൻ സെന്ററിൽ നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ CGL പഠിക്കുന്ന ഒരാളാണെങ്കിൽ, CGL CHSL എക്സാമിന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പെയിൻ എടുക്കാതെ തന്നെ ചെയ്യണം. ക്വസ്റ്റ്യൻ പെയിൻ എടുക്കാതെ ചെയ്യുന്നത് വലിയ മലമറിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിന് കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചെയ്തിട്ട് വന്ന ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നാലും ചെയ്യും. അപ്പൊ നമുക്ക് റിഡക്ഷൻ ഓഫ് 20%. ഇപ്പൊ ഇവിടെ എന്താ? ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാണ്. പ്രൈസ് ഇവിടെ എക്സ്പെൻഡിച്ചർ എന്താണ്? ഷുഗർ ഫോർ 960 എന്ന് പറഞ്ഞാൽ നേരത്തെയും 960 ആയിരുന്നു കൊടുക്കുന്നത്, ഇപ്പോഴും 960 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എക്സ്പെൻഡിച്ചർ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആണ്. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൈസിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും കൺസപ്ഷൻ റേഷ്യോ. ഇതൊക്കെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസിന്റെ റേഷ്യോ A/B ആണെങ്കിൽ കൺസപ്ഷൻ B/A ആയിരിക്കും. ഇവിടെ പ്രൈസിന്റെ റേഷ്യോ എന്താ വരുന്നത്? പ്രൈസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? പ്രൈസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് 20%. 20% 1/5 ആണ്. 5 ആയിരുന്നെങ്കിൽ റേറ്റ് ഓഫ് ഷുഗർ 5 ആയിരുന്നത് 1 കുറഞ്ഞു. 20%, 5ന്റെ 20% ആണ് 1 കുറഞ്ഞ് എത്രയായി? പ്രൈസ് 4 ആയി. ഇപ്പൊ കൺസപ്ഷൻ എന്തായി? 4 × 5 ആയി. ഇപ്പൊ ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പറ്റണം. 4 × 5 ആയി. ഈ 1 കൂടിയ ഈ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എത്ര? 6 kg മോർ. 1ന്റെ വാല്യൂ ആണ് 6 kg തന്നിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടത്? 4ന്റെ വാല്യൂ ആണോ 5ന്റെ വാല്യൂ ആണോ? 4ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ, ഇതെന്ന് പറഞ്ഞാൽ ഫൈനൽ. ഓക്കെ, ഇതൊക്കെ എന്ത് വേണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ വേണം. ഓക്കെ, അപ്പൊ 5ന്റെ വാല്യൂ നമുക്ക് എന്താ വേണ്ടത്? വാട്ട് ഈസ് റെഡ്യൂസ്ഡ് പ്രൈസ്? റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറഞ്ഞു. റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഷുഗർ പെർ kg. നമുക്ക് ഈ എന്താ റെഡ്യൂസ്ഡ് റേറ്റ് ആണ്. റെഡ്യൂസ്ഡ് കൺസപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? പെർ kgയിലുള്ള വില കിട്ടത്തുള്ളൂ. അപ്പൊ ഈ 5ന്റെ വാല്യൂ, ഇവിടുത്തെ റേഷ്യോയിലെ 1ന്റെ വാല്യൂ ആണ് 6 kg, റേഷ്യോയിൽ 5ന്റെ വാല്യൂ വേണം. അപ്പൊ നിങ്ങൾ ചിലവർ പഠിക്കും പെർസെന്റേജ് എടുത്ത് പഠിച്ചിട്ട് അതിനകത്ത് കുറെ കാര്യങ്ങൾ എന്താ? കുറച്ച് അലിഗേഷൻ ചെയ്യുന്നതാണ്. കുറച്ച് റേഷ്യോ അറിയാതെ പെർസെന്റേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പെർസെന്റേജ് അറിയാതെ റേഷ്യോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് റേഷ്യോ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? പെർസെന്റേജ് നമ്മൾ പഠിച്ചിട്ട് ബേസിക് ക്ലാസ്സുകളായിരിക്കും പഠിക്കുന്നത്. ബേസിക് എക്സും വൈ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കും. എന്നിട്ട് പിനാക്കിൾ എടുക്കും. പിനാക്കിൾ ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കിളി പോകും. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ചെയ്യുന്ന
ക്വസ്റ്റ്യൻസിന്റെ എല്ലാ മെത്തേഡ്സ് എന്താണ്? അലിഗേഷൻ അല്ലെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, യൂണിറ്റ് ഡേറ്റ്, അങ്ങനത്തുള്ള ഡേറ്റ് സം അങ്ങനെയൊക്കെ വെച്ച് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് പെർസെന്റേജ് പഠിച്ചിട്ട് കയറി പിനാക്കിൽ എടുത്ത് അത് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇതൊന്നും നമ്മളെ കൊണ്ട് നടപടിയാവുന്ന കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യും? ഡിമോട്ടിവേഷൻ തുടങ്ങും. മാത്സ് എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങനെയുള്ള ഇതാവും. പിന്നെ ചുമ്മാ പോയി മോക്ക് എടുത്ത് പോകും. പിന്നെ ആ ഒരു സിസ്റ്റമാറ്റിക് ഉള്ള പഠിത്തമൊക്കെ അങ്ങ് നിർത്തും. പക്ഷെ അതല്ല വേണ്ടത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ആ ഒരു മെത്തേഡ്സ് ഒക്കെ പഠിക്കുക. ഏത് ക്ലാസ്സിലായാലും ഞാൻ എല്ലാത്തിന്റെയും സ്ട്രാറ്റജിയിൽ പറഞ്ഞാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയായാലും പഠിക്കാം. പക്ഷെ പഠിക്കുക. പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ സെറ്റ് ആകുമ്പോൾ ടെൻഷൻ അടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആരും നോക്കാനില്ല. ടെൻഷൻ അടിച്ച് പോകത്തേ ഉള്ളൂ. ആ ഒരു ഇത് മനസ്സിൽ വെച്ചേക്കും. ഇപ്പൊ ഒന്നിന്റെ വാല്യൂ ആണ് 6 കിലോ. അപ്പൊ 5ന്റെ വാല്യൂ എന്ത് വരും? 6 × 5 30 കിലോ. ഇതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ അയാൾക്ക് 960 രൂപയ്ക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തയായി 960 രൂപയ്ക്ക് 30 കിലോ റൈസ് വാങ്ങാം, അല്ലെ ഷുഗർ വാങ്ങാം. അപ്പൊ നമ്മൾ തന്നെ ചോദിക്കുന്നത് വാട്ട് ഈസ് റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഷുഗർ പെർ കിലോഗ്രാം. അപ്പൊ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? 960 രൂപയാണ്. ടോട്ടൽ ഇത്രയും രൂപ ഡിവൈഡ് ബൈ 30 കിലോ. 1 കിലോയ്ക്കുള്ള വില കിട്ടും. എത്ര കിട്ടും? 96.3 32 റുപ്പീസ് പെർ കിലോഗ്രാം ആണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വില വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എവിടുത്തെയാണ്? കൺസപ്ഷന്റെ വാല്യൂ. നമുക്ക് എന്ത് വേണം? കൺസപ്ഷന്റെ റേഷ്യോ. ഇതൊക്കെ എന്ത് ചെയ്യണം? ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നതിനേക്കാളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു 2-3 വട്ടം ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെയിൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓപ്ഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ഇതൊന്നുമില്ല. 2 numbers are less than. ഇത് ഒരുപാട് നാളുകൊണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇനിയും ചോദിക്കും. 37 by what percentage സെക്കൻഡ് നമ്പർ മോർ ദാൻ ഫസ്റ്റ്. 100 ആണെങ്കിൽ ഇത് ലെസ് ദാൻ ആണ്. 1 70 1 63 വരും. 63 70 റേഷ്യോ എന്ന് പറഞ്ഞാൽ 9 10 ആണ്. സെക്കൻഡ് നമ്പർ മോർ ദാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 1/9 ആണ്. 1/9 100/9 ആണ്. ഓപ്ഷൻ ബി. ഇത് എന്ത് ചെയ്യണം? പേന എടുക്കാൻ ചെയ്യണം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം മിക്കവാറും എല്ലാം എന്തായിരുന്നു? പേന എടുക്കാൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ 2 numbers are less than a third number by 30% റെസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ. ഇത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തേർഡ് നമ്പറിനെ 100 സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ 37% ലെസ് ആണ്. 100ന്റെ 37% 37 ആണ്. എത്ര വരും? 37 വർഷം 63. കാൽക്കുലേഷൻ നല്ല സ്പീഡ് ആയിരിക്കണം. ഡെയിലി എക്സസൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യാൻ പറ്റും. 30 കുറച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വരും? 70 വരും. അപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തം കാര്യത്തിന്റെയാണ് പറഞ്ഞത്. ഒരുപാട് ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ചോദിക്കുന്നത് എന്താ? ബൈ വാട്ട് പെർസെന്റേജ് സെക്കൻഡ് നമ്പർ മോർ ദാൻ ഫസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ തന്നെ 9 വെച്ച് കിട്ടുമ്പോൾ 7 വെച്ച് കിട്ടുമ്പോൾ ഇത് 9 ഇത് 10 ആണ്. നമുക്ക് പെർസെന്റേജ് എന്ത് മതി? റേഷ്യോ ആണ്. ബൈ വാട്ട് പെർസെന്റേജ് സെക്കൻഡ് നമ്പർ മോർ ദാൻ ദ ഫസ്റ്റ്. ഫസ്റ്റ് ആണ് നമ്മുടെ ബേസ്. എത്രയാണ് കൂടുതൽ? 1 കൂടുതൽ. ആരേക്കായും 1/9 എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 11/9 ആണ്. പക്ഷെ ഓപ്ഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു പെർസെന്റേജ് 100/9%. ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രസന്റ് പോപ്പുലേഷൻ വില്ലേജ് തന്നിട്ടുണ്ട്. ദ നമ്പർ ഓഫ് മെയിൽസ് തന്നിട്ടുണ്ട്. ഇൻക്രീസ് ബൈ നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻക്രീസ് ബൈ ഇത്ര. പോപ്പുലേഷൻ ഇത്രയും. ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസന്റ് പോപ്പുലേഷൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് നമുക്ക് എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇത് ഞാൻ എക്സാമിന് ചെയ്യുന്ന വഴിയൊന്നും നിങ്ങൾ നോക്കും. എന്താണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് കാൽക്കുലേഷൻ ഇമ്പോർട്ടൻസ്, എന്താണ് മെത്തേഡ്സിന്റെ ഇമ്പോർട്ടൻസ്, എല്ലാം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നിങ്ങൾ എത്ര സമയം എടുക്കുന്നോടൊന്ന് ആലോചിച്ചു. നിങ്ങൾ സ്വന്തമായിട്ട് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുള്ള വഴി അറിയെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചെയ്തു ജസ്റ്റ് 25% എടുത്തു. ഞാൻ ചെയ്ത് കാണിക്കണം. ഞാൻ എക്സാമിന് എങ്ങനെ ചെയ്യും ഡീറ്റെയിൽ വഴി ഞാൻ പറഞ്ഞു. 1/4 എടുത്തു. 19 1 0. എത്ര കൂടിയത്? 4 7 5 ഓക്കെ 4 7 5 1 1577 കൂടുതൽ. എത്ര ഡിഫറൻസ് വരുന്നത്? 26 36 326 10%. 3360. ഇനി ഡിഫറൻസ് എടുക്കുക. നമുക്ക് ഡിഫറൻസ് ആണ് 7640. അപ്പോ 0 14 6 8 5 2 7 3 4 4280. ഡിഫറൻസ് പറഞ്ഞാൽ എത്ര വരും? ഇത് 20 820. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഡി അല്ല 900. ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ഡി 920. ഓക്കെ 20 ഓക്കെ 920 കറക്റ്റാണ്. ഓക്കെ, എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ മതി. പക്ഷേ കാൽക്കുലേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എവിടെ ചോദിച്ചത്? CHS ചോദിച്ച ക്വസ്റ്റ്യൻ 2029. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് അലിഗേഷൻ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അലിഗേഷൻ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കാൽക്കുലേഷൻ അവിടെ കൂടുതലാണ്. അലിഗേഷൻ ചെയ്യേണ്ട. ഞാൻ അലിഗേഷൻ മെത്തേഡിനെ ഈ ക്വസ്റ്റിന് അലിഗേഷൻ ഞാൻ എന്ത് ചെയ്തില്ല, സജസ്റ്റ് ചെയ്തില്ല. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ചിലർ ചോദിക്കും ഇത് കാണുമ്പോൾ തന്നെ അലിഗേഷൻ അല്ലെന്ന് തോന്നിയത്. അല്ല, ഇതെന്ത് ചെയ്യണം? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം.
പ്രസന്റ് പോപ്പുലേഷൻ വില്ലേജ് എത്രയാണ്? ഇത്രയാണ്. 7640 ആയിരുന്നു എത്ര എന്ന് പറഞ്ഞത്. ഞാൻ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുള്ളത്. 7640 ആയിരുന്നു അവിടുത്തെ പോപ്പുലേഷൻ. നമ്പർ ഓഫ് മെയിൽസ് എന്താണ്? 25% കൂടി. നമ്പർ ഓഫ് ഫീമെയിൽസ് 15% കൂടി. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുവാണ് രണ്ടും എന്താണ് 15% കൂടി. രണ്ട് 25% കൂടി എന്ന് വെച്ചു. രണ്ടും 25% ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പൊ 2 25 ഇൻക്രീസ് ചെയ്താൽ ഓവറോൾ എന്ത് വരും? 25% ഇൻക്രീസ് ചെയ്യും. അതായത് മെയിൽ പ്ലസ് ഫീമെയിൽ. ഇതും 25% കൂടി, ഇതും 25% കൂടി. എന്ത് 25% കോമൺ എടുത്താൽ മെയിൽ പ്ലസ് ഫീമെയിൽ, അതായത് ടോട്ടൽ 25 മെയിൽ പ്ലസ് ഫീമെയിൽ ആണ് ടോട്ടൽ. 25% ഓഫ് ടോട്ടൽ ആയിരിക്കും എന്ത് വരുന്നത്? കൂടുന്നത്. അപ്പൊ ഇതിന്റെ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇതിന് 1/4 എന്ന് പറഞ്ഞാൽ 76/4 19 പിന്നെ 1 0. 1910 ആയിരുന്നു എന്ത് ചെയ്യേണ്ടത്? കൂടേണ്ടത്. 25% ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം വന്നേ? നമുക്ക് 9214 7620 സാധനം എത്ര ആയത്? 9214 ആയത്. അപ്പൊ ഈ ഡിഫറൻസ് പിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ചെയ്യാം, എന്ന് വെച്ചാൽ നോക്കി തന്നെ ചെയ്യാം. 4 0 വലുതിന് ചേർത്ത് തുടങ്ങി. 4 0 പോയി 4, ഇവിടെ 11 ആവും. 11 4 7, അടുത്ത ഇവിടെ 1 ആയി. 1 കടോട് 11 6 5. അങ്ങനെ ചെയ്യണം. അങ്ങനെ മൈൻഡിൽ ഈ ഒരു നമ്പേഴ്സ് ഇരിക്കണം. നമ്പേഴ്സ് ഇരിക്കണമെങ്കിൽ ഡെയിലി മാക്സിമം എക്സസൈസ് ചെയ്യണം. 8 7 പോയാൽ 1. 1574 എന്ത് ചെയ്തോളൂ? കൂടിയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ 25 എടുത്തിരുന്നെങ്കിൽ ഇത്ര കൂടിയാണ്, 25% ആയിരുന്നു. പക്ഷെ ഒറിജിനലായിട്ട് എത്രയും കൂടിയുള്ളൂ? 1574. എത്ര ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് ഇവിടെ നിന്ന് എടുക്കുക. വലുതിന് ചേർത്ത് കുറയ്ക്കാം. 10 4 6. ഇവിടെ എന്താവും? ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതിന് വലുതാണ്. ഞാൻ കൂട്ടിയത് ഇങ്ങനെയാണ്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അത് കുറച്ച് സമയം എടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഇതിലൂടെ 26 കൂട്ടിയാൽ 1600, പിന്നെ 10 കൂട്ടിയാൽ 36. 36 കൂട്ടി കഴിഞ്ഞാൽ എന്തായി? 36 കൂട്ടി കഴിഞ്ഞാൽ 36 വരുന്നു. അതെ, 36 കൂട്ടി കഴിഞ്ഞാൽ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 26 കൂട്ടി കഴിഞ്ഞാൽ 1600, പിന്നെ 10 കൂട്ടി 36 കൂട്ടി കഴിഞ്ഞാൽ 36 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 36 കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ 1610, പിന്നെ 300. 336 ആണ് എന്ത് വരുന്നത്? കുറവാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ 336 കുറവ് വന്നത്? നമ്മളിവിടെ ഫീമെയിലിന് എന്ത് ചെയ്തില്ല? 25% നിന്നും 10% കുറവാണായിരുന്നു പറഞ്ഞത് ഫീമെയിൽ. ഈ 10% നമ്മൾ കൂടുതലാണ് ഇവിടെ എടുത്തത്. കൂടുതൽ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 1910 വന്നത്. പക്ഷെ ഒറിജിനലിനകത്ത് എന്തില്ല? ഫീമെയിലിന്റെ 10% കൂട്ടിയിട്ടില്ല. അപ്പൊ ആ ഫീമെയിലിന്റെ 10% കൂട്ടാത്തതുകൊണ്ടാണ് ഒറിജിനൽ ഇത്രയും കുറവ് വന്നത്. അപ്പൊ ഈ 336 എന്ന് പറയുന്നത് ഇത്രയും കുറവ് വന്ന കാരണം എന്താണ്? 10% ഫീമെയിലിന്റെ വാല്യൂ ആണ്. നമുക്ക് എന്ത് കിട്ടും? 100% ഫീമെയിൽ. ഇങ്ങനെയൊക്കെ എഴുതേണ്ടി വരുന്നുണ്ട്. 10% ഇതാണെങ്കിൽ ഒരു 0 കിട്ടുന്നതായി 100% ആയി. ഇത് ഓക്കെ. ഇപ്പൊ 3360 ആണ് ഇന്ന് കിട്ടി ഫീമെയിലിന്റെ നേട്ടം. ചിലപ്പോൾ 3000 കഴിഞ്ഞ് പണ്ടൊക്കെ എന്തായിരുന്നു ചോദിക്കുന്നത്? ഫീമെയിലിന്റെ ഇതായിരുന്നു ചോദിക്കുന്നത്. ഫീമെയിൽ എത്ര ഉണ്ട്? അപ്പൊ നമ്മൾ 3360 എന്ത് ചെയ്തു? ഒരു വലിയ കാൽക്കുലേഷൻ ഇല്ലാതെ ചെയ്തു. ഇനി എന്താ? നമുക്ക് അടുത്ത സ്റ്റെപ്പ് വേണം. നമുക്ക് എന്ത് ചെയ്യണം? ഫീമെയിൽ എത്രയാണെങ്കിൽ മെയിലിന്റെ എണ്ണം കണ്ടുപിടിക്കും. മെയിലിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ 7640 ആണ്. നമുക്ക് എന്താ ബാക്കി ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? മെയിലിന്റെ എണ്ണം. അപ്പൊ എത്ര മെയിലിന്റെ എണ്ണം വരുന്നത്? മെയിലിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 7640 എന്ത് ചെയ്യാം? 3360 കുറയ്ക്കും. ഓക്കെ. അത് മെയിലിന്റെ എണ്ണം കണ്ടുപിടിച്ചു കിട്ടും. ഓക്കെ, മെയിലിന്റെ എണ്ണം കണ്ടുപിടിച്ചു. എന്നിട്ട് അവരുടെ ഡിഫറൻസ് എടുക്കും. അപ്പൊ എത്ര കിട്ടും? ഒന്നുകിൽ ചെയ്യാം. 4000 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 4000 കൂട്ടിക്കഴിഞ്ഞാൽ 7360, പിന്നെ ഒരു 300, പിന്നെ ഒരു 200. ഓക്കെ, 4280 വരുന്നത്. ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, 0 4 14 6 8, അടുത്ത 5 ആവും. 5 3 2. ഓക്കെ, കറക്റ്റാണ്. 7 3 4 4280. ഓക്കെ, അപ്പൊ മെയിലാണ് 4280. ഇതിന്റെ ഡിഫറൻസ് എടുക്കും. ഡിഫറൻസ് പറഞ്ഞാൽ എത്ര? 900 കൂട്ടിക്കഴിഞ്ഞാൽ 4260, പിന്നെ 20. 920 ആണ് ഡിഫറൻസ്. ഇത് കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ അലിഗേഷൻ ചെയ്താലും ഇത് എന്ത് ചെയ്യും? കാൽക്കുലേഷൻ. അലിഗേഷൻ ചെയ്ത് എന്ത് ചെയ്യണം? അലിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വേണമെങ്കിൽ അലിഗേഷൻ കാണിച്ചു തരാം. ഈ മെത്തേഡിൽ തന്നെ ചെയ്യാൻ നോക്കാം. അലിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത്? മെയിൽ 25%. ഞാൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് തന്നെ ചെയ്യാം. മെയിലിന്റെ 25% എന്ന് പറഞ്ഞാൽ ഇതിന്റെ 25 എത്രയാണ്? 1910. ഇനി 1910. ഫീമെയിലിന്റെ 15%. ഇതിന്റെ 15% എടുക്കണം. 10% 764, പിന്നെ 5% ഇതിന്റെ പകുതി അതോടെ കൂട്ടണം. 764 പകുതി എത്ര? 350 32. 382. അത് രണ്ടുകൂടെ കൂട്ടാം. 386. അതോടെ കൂട്ടി നമുക്ക് 1146 കാൽക്കുലേഷൻ ആണ്. പിന്നെ ഓവറോൾ എന്ത് വന്നു? ഓവറോള് 9214. എത്ര ഇൻക്രീസ് ചെയ്ത്? 1574 കൂടിയത്. ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 428 326 കിട്ടും. എന്നിട്ട് അത് വെട്ടിയിട്ട് 107 ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 190. ഈ ടോട്ടൽ 107 84. 191 വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 7640. നമുക്ക് എന്തിന്റെ വാല്യൂ ആണ്? ഇവിടുത്തെ 20. ഈ ഡിഫറൻസ് ഇവിടെ എന്താണ്? 26 23 വാല്യൂ. ആ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഓക്കെ, ഡിഫറൻസ് കണ്ടുപിടിക്കാം. 20 23 വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് 920 തന്നെ കിട്ടും. പക്ഷെ ഞാൻ ഈ ഒരു വഴി ഞാൻ എന്ത് ചെയ്യുന്നില്ല, സജസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു വഴിയായിരിക്കും ബെസ്റ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റിന് ഈ ഒരു വഴിയായിരിക്കും ബെസ്റ്റ്. നല്ല ക്വസ്റ്റൻ ആണ്, കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അത് ആ കാൽക്കുലേഷൻ എന്ത് ചെയ്യണം? ചെയ്തെങ്കിലേ വരത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റൻ. Gaurav earns 800 per day. After some weeks, he earns 960 per day. What is the percentage increase in daily earn? നോക്കി ചെയ്യാം. ഇതിന് ഞാൻ പെയിൻ എടുക്കില്ല.
ജസ്റ്റ് റേഷ്യോ എടുത്താൽ മതി. ഇത്രയായിരുന്നു ഇത്രയായി, എത്ര ഇൻക്രീസ് ചെയ്തു? ഒരു 0 എടുത്തി. 80 96. 80 96 എന്ന് പറഞ്ഞാൽ 16 ഗുണം 5 16 ഗുണം 6. 5ൽ നിന്നും 6 ആയി, 5ൽ നിന്നും 6 ആയി, 5ൽ നിന്നും 6 ആയി. 160 ഗുണം 5 160 ഗുണം 6 ആണ്. 5ൽ നിന്നും 6 ആയി. എത്ര കൊടുത്ത്? ഒന്നുകൂടി എത്രല്ല, 5ൽ 1/5 20% ഇൻക്രീസ് ചെയ്തു. ഇതിന് പേന എടുക്കുന്നവര് പിന്നെന്തല്ല, അതിൽ CGL എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് നിങ്ങൾ വന്നിട്ടുള്ളൂ. ഇതിന് പേന എടുക്കാൻ ചെയ്യും. ഓക്കെ, ഇതിന് ഏത് എക്സാം എഴുതുന്നവരായാലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് സെൽസ് ആൻഡ് ആർട്ടിക്കിൾ ടു വൈ അറ്റ് 12% ലോസ്. അപ്പൊ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പേടിക്കേണ്ട കാര്യമില്ല. CGL 2027 പ്ലേലിസ്റ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് ക്ലാസ് 4 ക്ലാസ് ഞാൻ ചെയ്തു. 4 ക്ലാസ്. ആ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ നിങ്ങൾ പഠിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റിയുള്ള പെർസ്പെക്റ്റീവ് തന്നെ എന്ത് ചെയ്യും മാറും. അതിനകത്ത് ഞാൻ ബേസിക് ക്ലാസിന്റെ കാര്യം പറഞ്ഞിട്ട് GD ക്ലാസ് അതുകൂടെ ആകുമ്പോഴത്തേക്ക് എന്താവും, ഫുൾ സെറ്റ് ആണ്. ഓക്കെ, എക്സ് സെൽസ് ആൻഡ് ആർട്ടിക്കിൾ ടു വൈ അറ്റ് 12% ലോസ്. വൈ സെൽസ് ഇറ്റ് ടു ഇസഡ് അറ്റ് 9% പ്രോഫിറ്റ്. ഇപ്പൊ നിങ്ങൾ PSC പഠിക്കുന്ന മാത്സ് പോലല്ല, PSC പഠിക്കുന്ന ബേസോ ഇതൊന്നും അല്ല. എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് അതിലൂടെ കടന്നു പോയെങ്കിലും വരത്തുള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്, ഈ ഒരു എക്സാം SSC എക്സാംസ് എന്തുകൊണ്ടാണ് PSC പഠിക്കുന്നവർക്ക് SSC ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്? സിമ്പിൾ ഒരു കാര്യമുള്ളൂ, അവരെന്ത് ചെയ്യുന്നില്ല, ഈ ലെവലിൽ ക്വസ്റ്റ്യൻ പഠിക്കുന്നില്ല. പഠിച്ചാലും അവർക്ക് എന്ത് അറിഞ്ഞൂടാ, അത് എക്സാമിന് എങ്ങനെ ചെയ്യണം, ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. PSC കിട്ടുന്ന ടൈം അല്ല, അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് ചെയ്യാം. അതിന്റെ കൺസെപ്റ്റുകൾ പഠിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല, ആ ലെവലിൽ പഠിച്ചാൽ പറ്റത്തില്ല. സ്പീഡിൽ പഠിച്ചേ പറ്റൂ. നിങ്ങൾ ഇത് കൊടുക്കുക, അതിന് കറക്റ്റ് ആയിട്ടുള്ള കെയർ കൊടുത്താൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്. ഇപ്പൊ PSCയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരുപാട് വ്യൂസും അതൊക്കെ കിട്ടുന്നതിന് കാരണം അതാണ്, അത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താണ് എളുപ്പമാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചാലും മതി, അല്ലെങ്കിൽ ചെയ്താലും മതി. ഇതിന് ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ചെയ്യണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ എന്തല്ല, അതായത് എനിക്ക് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. ഈ ക്ലാസ്സുകൾ, എന്റെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്ര എക്സും വൈകിട്ടല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങൾക്ക് ഗുണമില്ല. യൂസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഈ ഒരു മെത്തേഡ്സ് ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, എക്സ് സെൽസ് ആൻ ആർട്ടിക്കിൾ ടു വൈ അറ്റ് 12% ലോസ്. വൈ സെൽസ് ടു ഇസഡ് അറ്റ് 9% പ്രോഫിറ്റ്. ഇഫ് ഇസഡ് പേസ് rupees ഇത്രയും ഫോർ ഇറ്റ്, then at what price was the article purchased by X? ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സാധനം ഇത് ഇത്രയും ലോസ്, ഇത്രയും പ്രോഫിറ്റ്, ഇത്രയും രൂപ, എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ഡീറ്റെയിൽസ് സമയം അപ്ലൈ ചെയ്തോളൂ. ഇവിടെ ആൻസർ എന്ത് ചെയ്യും, ഞാൻ പേന എടുക്കുക ചെയ്യും. 10 15 16 18 9 9ന്റെ മൾട്ടിപ്പിൾ. നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേറെ 12% ലോസിൽ 100/88. ഓക്കെ, 88 ഉണ്ട്. ബാക്കി 9% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 109. 1 വരും, 8 7 4 4. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ. ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ. ഓപ്ഷൻ എ 9 ആണ്. ഇതല്ല, 3 അല്ല, ഇത് ഓപ്ഷൻ ഡി ഓപ്ഷൻ എയും തമ്മിൽ എന്തുണ്ട് വ്യത്യാസം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ആൻസർ പറഞ്ഞാൽ 21,582 ഡിവൈഡ് ബൈ എങ്ങനെ പറഞ്ഞുതരാം, 88 × 109 × 100 × 100 ആണ്. ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റണം. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസറിനകത്ത് എന്ത് കാണും, 25ന്റെ മൾട്ടിപ്പിൾ. 25ന്റെ മൾട്ടിപ്പിൾ, കാര്യം താഴെ 5 വെട്ടാനൊന്നുമില്ല. 25ന്റെ മൾട്ടിപ്പിൾ ഏതുണ്ട്, 25 അല്ലെങ്കിൽ 125ന്റെ മൾട്ടിപ്പിൾ ഏതുണ്ട്, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ എ എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ ഇവിടുന്ന് ഡീറ്റെയിൽ സം 9 ആണെന്ന് മനസ്സിലായി. ഇതെങ്ങനെ എഴുതിയെന്ന് പറഞ്ഞില്ല. ഡീറ്റെയിൽ സം 9 ആണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഇതും ഡീറ്റെയിൽ സം 9 ആണ്, ഇതും ഡീറ്റെയിൽ സം 9 ആണ്. ഇങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ മലയാളത്തിൽ എവിടെ നോക്കിയാലും കിട്ടില്ല. മലയാളത്തിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്സ് ആരും പറഞ്ഞു തരില്ല. ഇപ്പൊ ഡിവിഷൻ 9 ആണ്. അപ്പൊ അത് 2 നമ്പർ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ നമ്മുടെ ഡിവിസിബിലിറ്റി. ഡിവിസിബിലിറ്റി ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ SSGD ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ക്ഷമയോടെ എന്ത് ചെയ്യാം, നോട്ട് ബുക്ക് എടുക്കുക. എന്നിട്ട് ക്ലാസ്സുകളെല്ലാം ഞാൻ പറഞ്ഞ ആ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളെല്ലാം ഓരോന്നായിട്ട് കണ്ട് തീർക്കും. നിങ്ങൾ എത്ര സ്പീഡിൽ കണ്ടു തീർക്കുന്നോ അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, 25ന് മൾട്ടിപ്പിൾ. അപ്പൊ എങ്ങനെ ഞാൻ ഈ സ്റ്റെപ്പിലോട്ട് എത്തിയത്, ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലോട്ട് എത്തിയത്, ഡയറക്റ്റ് എന്ത് ചെയ്യണം ചെയ്യും. ഇത് ഇങ്ങനെ ഡിവിസം മാത്രം നോക്കാനാണെങ്കിൽ എത്ര സെക്കൻഡ് മതിയായിരുന്നു, 15 സെക്കൻഡ് മതിയായിരുന്നു. ഇത് എഴുതുന്ന ഒരു സമയം കൂടെ വേണം. എഴുതുന്ന സമയം കൂടെ ആകുമ്പോൾ 25 അല്ലെങ്കിൽ 30 സെക്കൻഡ് എന്ത് ചെയ്തു, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു 1/2 മിനിറ്റിൽ എന്ത് ചെയ്തു, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ബാക്കി 1/2 മിനിറ്റ് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയുള്ള സമയം കിട്ടും. അപ്പൊ അല്ലാത്തൊരു എന്ത് ചെയ്യും, ഇത് എഴുതിക്കൊണ്ടിരിക്കും. കാൽക്കുലേഷൻ ആണ്, വലിയ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എക്സ് സെൽസ് ആൻഡ് ആർട്ടിക്കിൾ ടു വൈ അറ്റ് 12% ലോസ്. ഇപ്പൊ എക്സിന് X രൂപയാണെന്ന് വെച്ചു, അത് 12% ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം 12% ലോസിന് വിട്ട് എത്രയായി, 88% വിട്ടത്. അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്ലാസ്സിൽ ഈ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. വൈ സെൽസ്, ഇപ്പൊ വൈ ഇത്രയും രൂപയ്ക്കാണ് എന്ത് ചെയ്തത്, എക്സ് സെല് ചെയ്തത്. വൈയുടെ കോസ്റ്റ് പ്രൈസ്. വൈ സെൽസ് ഇറ്റ് ടു ഇസഡ് അറ്റ് 9% പ്രോഫിറ്റ്. ഇത് ഇത്രയും പൈസയുടെ ഇതാണ് വൈയുടെ പൈസ. അതിന്റെ എത്ര ശതമാനം, 9% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 109/100 വൈ വിറ്റത്. വൈ ഇസഡിന് വിറ്റത്. ഇതാണ് ഇസഡ് വാങ്ങിയ പൈസ. ഇതിന്റെ വാല്യൂ തന്നിരിക്കുന്നത് എത്ര, ഇസഡ് പേസ് 21,582. ഈ ഒരു സ്റ്റെപ്പ് എഴുതി വേസ്റ്റ് ചെയ്ത് കളഞ്ഞാൽ വേസ്റ്റ് ആണ്. ഫസ്റ്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് എഴുതാം. പക്ഷെ ആദ്യമായിട്ടല്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ അവിടുത്തെ ചാൻസ് കുറയാണ്. നിങ്ങൾ ആ ഒരു
30 സെക്കൻഡിൽ ഒരു 10 സെക്കൻഡ് എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി തന്നെ എടുത്തു. ഇനി എന്താണ് നമ്മൾ എക്സിന്റെ വാല്യൂ ഇങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. 21,582 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 88 ഇൻറ്റു 109. എന്നിട്ട് എന്ത് ചെയ്യും, വെട്ടാനാവും. 88 11 11 വെച്ച് വെട്ടും. പിന്നെ 109 പിന്നെ 109 വെച്ച് വെട്ടാം. അങ്ങനെ വെട്ടി ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1.5 മിനിറ്റോളം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 1.5 മിനിറ്റ് ചെയ്യുന്ന ഒരാളും 30 സെക്കൻഡ് ചെയ്യുന്ന ഒരാളും 90 സെക്കൻഡ് ചെയ്യുന്ന ഒരാളും 30 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് ചെയ്യുന്ന ഒരാളും പിന്നെ 4 സമയമൊക്കെ എടുത്ത് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്താൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മറ്റേ ആൾ എന്ത് ചെയ്യും, ഒരു 4-5 ക്വസ്റ്റ്യൻ ചെയ്ത് എന്ത് ചെയ്യും, അവർ ജോലി വാങ്ങിച്ചോട്ട് പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിന്റെ കാൽക്കുലേഷൻ ആണ്. ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത്, കാൽക്കുലേഷൻ ഫുള്ള് ചെയ്യും. ഈ 88 കാണുമ്പോൾ 11 കൊണ്ട് വെട്ടും, അല്ലെങ്കിൽ 2 കൊണ്ട് വെട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇവിടെ എന്താ കാൽക്കുലേഷനും നമ്മുടെ എന്തുണ്ട്, മെത്തേഡ് ഉണ്ട്. കാൽക്കുലേഷനിലും എന്തുണ്ട്, നമ്മുടെ മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് ഡിറ്റിസമിന്റെ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ ദിശ ചാനലിൽ തന്നെ ഡിറ്റിസമിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഡിറ്റിസമിന്റെ ക്ലാസ് എന്ത് ചെയ്യും, കാണും. ഡിറ്റിസമിന്റെ ക്ലാസ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഡിറ്റിസം ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ ഒരു 45 മിനിറ്റോളം ഞാൻ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. CHSL ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിറ്റിസമിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കാണും. ഇവിടെ ഡിസം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ, ഇവിടെ 1 ഡിസം, ഇതിന്റെ 88 8 × 16 7 7 മേലെ താഴെ 7 കൊണ്ട് ഗുണിക്കണം. ഇപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഓൾറെഡി 10 15 18 9 മൾട്ടിപ്ലൈ ആയതുകൊണ്ട് ഡിസം എത്ര ആയിരിക്കും, 9 ആയിരിക്കും. അത് ആ ക്ലാസ് കണ്ടാലും മനസ്സിലാക്കും. ഡിസം 9 വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഇതും ഓപ്ഷൻ എ അല്ലെങ്കിൽ ഡി ആണ്. 1 ഉള്ളതാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞു. ഇനി എന്താ കാൽക്കുലേഷൻ ചെയ്യുന്നത്, താഴെ എന്തില്ല, കാര്യം അപ്രോക്സിമേറ്റ് ആൻസർ ഒന്നുമില്ല, കാര്യം ഓപ്ഷൻ എല്ലാം ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇൻ റുപ്പീസ് അപ്രോക്സിമേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം മാക്സിമം നമുക്ക് എന്തില്ല, അപ്രോക്സിമേറ്റ് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ആണ്. പിന്നെന്താ ഉള്ളത്, ഇവിടെ 5 ഇല്ല, കാര്യം ഈ മേളിൽ കിടക്കുന്ന 100ലും എന്തുണ്ട്, 25 ഉണ്ട്. ഇവിടെ 25 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. അതായത് 5 × 5 125 ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷനകത്ത് എയിലും ഡിയിലും നോക്കി കഴിഞ്ഞാൽ ഒരു നമ്പർ 125 മൾട്ടിപ്പിൾ നോക്കി കഴിഞ്ഞാൽ 25 ആണ്, 2 0 0 ആണ് 25 മൾട്ടിപ്പിൾ. ഒരു നമ്പർ 5 മൾട്ടിപ്പിൾ ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 5 മൾട്ടിപ്പിൾ ആയിരിക്കും. 25 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡേറ്റ് 25 മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു നമ്പർ 125 മൾട്ടിപ്പിൾ ആണെങ്കിൽ ലാസ്റ്റ് 4 ഡേറ്റ് 125 മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതൊക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ SSC GDയുടെ ഡിവിസിബിലിറ്റി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്പർ 500 എന്ന് പറഞ്ഞാൽ 125 × 4 ആണ്. 800 എന്ന് പറഞ്ഞാൽ 125 മൾട്ടിപ്പിൾ അല്ല. 125 × 6 എത്രയാണ്, 125 × 4 500 ആണ്. 125 × 5 625 ആണ്. പിന്നെ 750 ആണ്. 250 ആണ്. ഒരിക്കലും 800 അതല്ല, 125 മൾട്ടിപ്പിൾ. അപ്പൊ ഇത് മാത്രമേ എന്തുള്ളൂ, 125 മൾട്ടിപ്പിൾ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇത്രയും എഴുതി കഴിഞ്ഞ് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിറ്റിസം ഞാൻ ആദ്യമേ കണ്ടുപിടിച്ചായിരുന്നു, പേന എടുക്കാതെ എനിക്ക് എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് പാസ് പെർസെന്റേജ്. ഇത് എന്ത് ചെയ്യാം, പേന എടുക്കാതെ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ പേന എടുക്കാൻ പറ്റും നോക്കാം. ആവറേജ് പാസ് പെർസെന്റേജ് എക്സാമിനേഷൻ ആണ് 85%. ദാറ്റ് ബോയ്സ് ആൻഡ് ആവറേജ് പാസ് പെർസെന്റേജ് ഓൾ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ് ഇത്രയും നമുക്ക് ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് ദാറ്റ് ഓഫ് ഇത്. ഓക്കെ, 83 85 ഞാൻ എന്ത് ചെയ്യാം, മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. 1.3 വരും, ഇത് 0.7 വരും. ഓക്കെ, ഇപ്പൊ 7 ഉം 13 7/20 എന്ന് പറഞ്ഞാൽ 35%. ഓപ്ഷൻ ഡി. എന്ത് ചെയ്തു ഞാൻ, ഇത്രയും എഴുതണ്ട, ഇത് മനസ്സിൽ ചെയ്യാം. എന്ത് ചെയ്തു, ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ഞാൻ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. എങ്ങനെ ചെയ്യും, ഒന്നാലോചിച്ചോളൂ. ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് പഠിച്ചപ്പോൾ നിങ്ങൾ പെർസെന്റേജ് ചാപ്റ്റർ പഠിച്ചപ്പോൾ, പെർസെന്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേര് കാണും. പെർസെന്റേജ് ചാപ്റ്റർ പഠിച്ചപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് പേന എടുക്കാതെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുടെ മാത്രമേ എന്തായിട്ടുള്ളൂ, പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല, എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് പേർക്ക് ജോലി കിട്ടാതെ പോകുന്നത്. അവർക്ക് മാത്സ് എന്നും ഒരു പ്രശ്നമായിട്ടുള്ളത്. എത്ര പെട്ടെന്ന് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് ചെയ്യും. ആവറേജ് പാസ് പെർസെന്റേജ് ഇവിടെ എന്താണ്, ഇവിടെ അലിഗേഷൻ ആണ്. അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് ആണ്. അലിഗേഷന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത്രയും ക്വാളിറ്റി ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല, ഉറപ്പ് തരാം. ഇപ്പൊ ഹിന്ദി ക്ലാസ്സിൽ പോലും കാര്യം ഒരുപാട് കൺസെപ്റ്റുകൾ എന്തുണ്ട്, മിക്സഡ് ആണ്. ആ ഒരു 3 ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, ദ ആവറേജ് പാസ് പെർസെന്റേജ് ഓഫ് ക്ലാസ് 10 എക്സാമിനേഷൻ ഇൻ സ്കൂൾ ഈസ് 85%. ഗേൾസ്, അപ്പൊ ഇത് ബോയ്സ്, ഇത് ഗേൾസ് ആണെങ്കിൽ ബോയ്സിന്റെ ആവറേജ് എത്രയാണ്, 83% പാസ് പെർസെന്റേജിന്റെ. ഗേൾസിന്റെ ആവറേജ് എത്രയാണ്, 85%. ആവറേജ് പാസ് പെർസെന്റേജ് ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്. ഇത് കമ്പൈൻഡ് ആവറേജ് ആണ് തന്നിട്ടുള്ളത് 83.7. അത് നമ്മൾ എന്ത് ചെയ്തു, നടുക്ക് എഴുതി. അലിഗേഷൻ ആണ്. അലിഗേഷന്റെ ക്ലാസ് കൺട്രോൾക്ക് മനസ്സിലാവും, കാണാത്തവർ അത് എടുത്ത് കാണും. ഓക്കെ, ഇപ്പോ 80%. നമുക്ക് എന്താ വരുന്നത്, ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് 10 ഓഫ് ദാറ്റ് സ്കൂൾ. എന്താണ് ബോയ്സിന്റെ ഗേൾസിന്റെ റേഷ്യോ, നമ്പർ. അപ്പൊ ഇവിടെ റേഷ്യോ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഇതാ മനസ്സിലാ 83 83.7. എവിടെ തന്നെ നോക്കി 83 85 87.5 തമ്മിലുള്ള ഡിഫറൻസ് 0.7. ഓക്കെ, മറ്റേത് 85 83.7 തമ്മിലുള്ള ഡിഫറൻസ് 1.3. ഇപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ വരും 13:7 വരും. 13:7 വരും. ഇപ്പൊ അലിഗേഷന്റെ ക്ലാസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്, ഈ ഡിഫറൻസ് ആണ് ഇവിടെ വരും.
അപ്പൊ 13 ബോയ്സ് എങ്കിൽ 7 പേരാണ് ഗേൾസ്. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പെർസെന്റേജും നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് 10 ഓഫ് ദാറ്റ് സ്കൂൾ. അപ്പൊ പെർസെന്റേജ് നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 7 ഗേൾസ് ആണുള്ളത്. എത്ര ടോട്ടൽ എത്ര? 13 7 20. 7 എന്ന് പറഞ്ഞാൽ 1/20 എന്ന് പറഞ്ഞാൽ 5%, 7 എന്ന് പറഞ്ഞാൽ 7 5 35%. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇത് പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? നിങ്ങൾ എന്തായി നന്നായിട്ട് അലിഗേഷൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അലിഗേഷന്റെ കിട്ടുന്ന ക്വസ്റ്റ്യൻ. രമേശ് സേവ്സ് 26 2 by 3. 26 2 by 3 എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ 1/5 20%. 6 2 by 3 എത്രയാണ്? 1/15 ആണ്. 6 2 by 3 ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 3/15 1/50 എത്രയാണ്? 4/15 ആണ്. അപ്പൊ 4/15 സേവ് ചെയ്യുന്നു 4/15 സേവ് ചെയ്യുന്നു. അപ്പൊ 11 ആയിരിക്കും എന്ത്? 15ൽ 4 സേവ് ചെയ്യുന്നത് 11. ഞാൻ ചെയ്ത് കാണിച്ചത്. എക്സ്പെൻസ് ഇൻക്രീസ് ബൈ 20%. ഈസ് ഏബിൾ ടു സേവ് ഇത്ര രൂപ പെർ മന്ത് മന്ത്ലി സാലറി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 20% എന്ത് ചെയ്യാം? 110 40 എന്ന് വെച്ചു. ജസ്റ്റ് എക്സ്പെൻഡിച്ചറും സേവിങ്. എക്സ്പെൻസ് ഇൻക്രീസ് ബൈ എത്രയാണ്? 20%. അതായത് എക്സ്പെൻസ് എത്ര ചെയ്തു? 22 കൂടി. എക്സ്പെൻസ് 22 കൂടിയപ്പോ ഈസ് ഏബിൾ ടു സേവ് 4080 പെർ മന്ത് ഈസ് മന്ത്ലി സാലറി വേണ്ടത്. അപ്പൊ ഇവിടെ 110 ഇതുമാണ്. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്തു? എക്സ്പെൻസ് കൂടുമ്പോൾ അതായത് എത്ര കൂടിയത്? 110 20%. 22 കൂടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര ചെയ്യും? ഇതിനകത്ത് 22 കുറയും. 22 ഇവിടെ കൂടിക്കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ബൈ 10%. എക്സ്പെൻസസ് ഇൻക്രീസ്ഡ് ബൈ 20%. 22 ഇവിടെ എക്സ്പെൻസ് കൂടുമ്പോൾ സേവിങ്സ് എത്ര ചെയ്യും? 22 കുറയും. എത്ര ആവും? 18 ആവും. ഈസ് ഏബിൾ ടു സേവ് 4080 പെർ മന്ത്. ഓക്കെ, അപ്പൊ 18 കുറഞ്ഞിട്ട് എത്തി 22ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അലിഗേഷൻ വെച്ച് ചെയ്യുന്നതല്ലേ ഈ ക്വസ്റ്റ്യൻ. നോക്കാം. ഇപ്പൊ സേവിങ്സും എക്സ്പെൻസും. രമേശ് സേവ്സ് 26 2 by 3. 26 2 by 3 നമ്മൾ കണ്ടപ്പോൾ തന്നെ 4/15 ആണ്. നമ്മൾ ഇത് ചെയ്തു 20%. 6 2 by 3. അപ്പോ 4 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? എക്സ്പെൻഡിച്ചർ 11 ആണ്. ടോട്ടൽ 15ൽ 4 സേവ് ചെയ്യുന്നു പറയും. അപ്പൊ 40 ആണ് ആണെങ്കിൽ ഇത് 110 ആണ് എക്സ്പെൻഡിച്ചർ. വെൻ ദ എക്സ്പെൻസസ് ആർ ഇൻക്രീസ്ഡ് ബൈ 20%. എക്സ്പെൻസസ് 20% എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ ഇതിന്റെ 20% 22 ആണ്. എക്സ്പെൻഡിച്ചർ ആയി 22 കൂടും. അപ്പൊ 22 ഇവിടെ കൂടുമ്പോൾ നമ്മുടെ ഇൻകം കൂടിയതായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇൻകത്തിന് എന്തല്ല? ഇൻകം നോ ചേഞ്ച്. സ്വന്തമായിട്ട് ചെയ്തോ. ഇൻകം ചേഞ്ച് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. അപ്പൊ ഇവിടെ 22 കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 22 എവിടെ ആയിരിക്കും കുറഞ്ഞു? ഇവിടെ ആയിരിക്കും കുറഞ്ഞു. അപ്പൊ ഇത് എത്രയായി? ഇതിപ്പോ 22 കുറഞ്ഞ എത്രയായി? 18 ആയി. നമുക്കെന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് മന്ത്ലി സാലറി? മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ 150 ആണ്. ഓക്കെ, അപ്പൊ ഈ 18ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. 18ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എത്ര? ഇതിന്റെ ആവശ്യമില്ല, 132ന്റെ ആവശ്യമില്ല, നമുക്ക് ഇനി ആവശ്യമില്ല. ഈ 18ന്റെ വാല്യൂ 40 ഉള്ളത് 22 കുറഞ്ഞ എത്രയായി? 18 ആയി. അപ്പൊ 18ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ അയാളുടെ സേവിങ്സ്, രമേശിന്റെ സേവിങ്സ് എത്രയാണ്? 4080. നമുക്ക് എത്രന്റെ വാല്യൂ വേണ്ടത്? മന്ത്ലി സാലറി എത്രയാണ്? 40 110 150ന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കാൽക്കുലേഷൻ ഇല്ലാതെ 18 ഡിവൈഡ് ബൈ 18 ഇൻറ്റു 150 ആണ്. ഇപ്പൊ 4080 എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര മൾട്ടിപ്ലൈ? 17ന്റെ മൾട്ടിപ്ലൈ. 17 2 37. പ്രൈം നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുക. 17 2 37 ബാക്കി 68. 17 മൾട്ടിപ്ലൈ. അപ്പൊ ആൻസർ എന്തായിരിക്കും? 17ന്റെ മൾട്ടിപ്ലൈ. ഓപ്ഷൻ ചെയ്തോണ്ട് ഓപ്ഷൻ. ഇങ്ങനെ ചെയ്യുന്നവർക്ക് കാൽക്കുലേഷൻ ഇല്ല. അല്ലാത്തവർ എന്ത് ചെയ്യും? ഇത് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഓപ്ഷൻ 4 11 കൊടുത്തു 110 40 110 ആയി. കാൽക്കുലേഷൻ എളുപ്പം. 22 ഇവിടെ കൂടിയാൽ 22 ഇവിടെ കുറയും. ഇപ്പൊ എത്രയായി? 18 ആയി. 18ന്റെ വാല്യൂ ആണ് 4080. നമുക്ക് എത്ര വാല്യൂ ആണ്? മന്ത്ലി സാലറി 150ന്റെ വാല്യൂ. 18ന്റെ വാല്യൂ എത്രയും 150ന്റെ വാല്യൂ. ഇത് കാൽക്കുലേഷൻ എങ്ങനെ പറ്റും? ഡിജിസം വരുന്നത് കാര്യം 18 കൊണ്ട് വെട്ടേണ്ടി വരും. നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താണ്? 18 ഇവിടെ നോക്കുമ്പോൾ 17 അത് കണ്ടുപിടിക്കാമെങ്കിൽ ഓക്കെ. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് 17 മൾട്ടിപ്ലൈ ആണെന്ന് അറിയാൻ പറ്റും. അത് കാൽക്കുലേഷൻ ആണ്. നിങ്ങളുടെ നമ്പേഴ്സിന്റെ പരിചയം. ഓപ്ഷൻ അത് 17 മൾട്ടിപ്ലൈ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 18 വെച്ച് വെട്ടുക. അല്ലാതെ വേറൊരു വഴിയില്ല. 18 വെച്ച് വെട്ടുമ്പോൾ പറ്റും. 18 2 36. വേറെ കാൽക്കുലേഷൻ ബാക്കി എല്ലാം 3 0 4 0 ഒക്കെയാണ്. വേറെ ഒന്നും നോക്കണം. 17 മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളൂ. വേറൊരു വഴിയില്ല. ഡിജിസം വരുന്നില്ല കാര്യം 9 ആണ്. 9 വെട്ടി കളഞ്ഞു. 18 2 36. 48 18 കറക്റ്റായിട്ട് വെട്ടി പോകത്തില്ല. ഓക്കെ, അപ്പൊ 9 പോകത്തുള്ളൂ. ഇല്ല, 9 പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. 18 കറക്റ്റ് മൾട്ടിപ്പിൾ അല്ല, ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആ ഒരു 30 കിടിലം മെത്തേഡാണ് അല്ലേ. നമുക്ക് 3 വെച്ചിട്ടും ഇത് 50, 3 വെച്ചിട്ടും ഇത് 6 6 വെച്ച് പോകുന്നതാണ്. ഓക്കെ, 6 ഇത് 25, ഇത് 3 വെച്ചിട്ട് 3 വെച്ചിട്ടുമ്പോ ഇത് 13 136. ഇത് ഇതിന്റെ 25 25 0 25 6 15 75 15 85 90 9 29 34 ആയിരുന്നു ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ഇത് 17 മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റിനോടെ ഉള്ളൂ. എ ബൈസ് ആൻ ആർട്ടിക്കിൾ ഫോർ 900. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാമോ? എ ബൈസ് ആൻ ആർട്ടിക്കിൾ ഫോർ 900 ആൻഡ് സെൽസ് ഇറ്റ് ടു ബി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25%. ബി സെൽസ് ഇറ്റ് സി ഹു സെൽസ് ഇറ്റ് ഫോർ 1150 അറ്റ് എ ലോസ് ഓഫ് 10%.
വാട്ട് പ്രോഫിറ്റ് പെർസെന്റേജ് ഡിഡ് ബി മേക്ക്. അപ്പൊ നോക്കാം, നമുക്ക് പേന വെച്ച് പറയുന്നങ്ങ് ചെയ്യാം. 900 വാങ്ങി, 25% ലാഭത്തിന്. 900 25% 900/4 225 90/4 2.22.5 225, അതായത് 1125 ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. ബിയുടെ കോസ്റ്റ് പ്രൈസ് ഇതാ, ബിയുടെ പ്രോഫിറ്റ് ആണ് വേണ്ടത്. ബിയുടെ കോസ്റ്റ് പ്രൈസ് ഇതാ. ബി സെൽ ടു സി, ഹൂ സെൽസ് ഇറ്റ് ഫോർ 1350 അറ്റ് ലോസ് ഓഫ് 10%. അപ്പൊ സിക്ക് കൊടുക്കുന്നു. സിക്ക് എത്ര വിറ്റേന്ന് അറിഞ്ഞൂടാ. സെല്ലിംഗ് പ്രൈസ് ഞാൻ ബിയുടെ കാര്യം ബി എത്ര രൂപയ്ക്ക് വിറ്റേന്ന് അറിഞ്ഞൂടാ. പക്ഷെ സി എന്ത് ചെയ്തു? 1350 സി വിറ്റപ്പോ 10% ലോസ് ആണ്. അതായത് 90% വിട്ടത് 100% വാല്യൂ ആണ്. ഓക്കെ, 100% ചേർത്തിട്ടാണ് 15,000 15,000 എന്ത് ചെയ്തു? 1500 ആണ് ഇത് സി വിറ്റ്. അപ്പൊ 1500, 90% 1350, 100% 1500, അതൊക്കെ അറിയാം. അപ്പൊ 1500 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്? സി വാങ്ങിയത്. അതായത് ബി സിക്ക് വിറ്റത് 1500 രൂപ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഇതാണ് പ്രോഫിറ്റ് പെർസെന്റേജ്. നമുക്ക് എന്ത് മതി? ടു നിയറസ്റ്റ് ഇൻഡിജർ. അപ്പൊ 1125 സാധനം ഇത്രയാണ് വിറ്റത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ചെറുതാക്കാം. 25 വിട്ടാം. 25 വിട്ടുമ്പോൾ 25 4, ബാക്കി 12, 125, 45. 45 സാധനം 25 സാധനം എത്ര? 25 കിട്ടുമ്പോൾ 60, 45 60, 15 വെച്ചിട്ടുമ്പോൾ 3ന്റെ സാധനം എത്രയാണ്? 4. അപ്പൊ 3ന്റെ സാധനം 4 വിറ്റാൽ എത്രയാണ് ലാഭം? 1 ലാഭം 3 1/3. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് റേഷ്യോ മതി 33.33. ഏകദേശം 33.33 ആകുമ്പോൾ 33ന്റെ അടുത്തല്ലേ? 33.33 ആകുമ്പോൾ 33ന്റെ അടുത്താണ്. ഓക്കെ, ഓപ്ഷൻ സി. ഒരു 33.5 കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയുന്നു? 34 കൊടുക്കായിരുന്നു. ഓപ്ഷൻ സി. ഇതൊന്നും തെറ്റിക്കരുത്. എന്ത് ചെയ്യാം? പേൻ എടുക്കാതെ ചെയ്യാൻ പറ്റും. പേൻ എടുക്കാന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്യേണ്ടി വരും, ഇത്ര എഴുതേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾക്ക് പേൻ എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇതൊക്കെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇത് എഴുതേണ്ടി വരും. 1125 എഴുതേണ്ടി വരും. പിന്നെ 1500 ഡയറക്റ്റ് എഴുതാം. 25 ഇട്ടിട്ട് 45, ഇത് 60 ഡയറക്റ്റ് എന്ത് ചെയ്യാം? 3 4 1 കൂടുതൽ 3 1/3 പ്രോഫിറ്റ് ഇത്രയാണ്. 33% പ്രോഫിറ്റ്. ഇത്രയും മാത്രം എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ലെസ് ദാൻ 30 സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. ഈ പെർസെന്റേജ് എല്ലാവരും പഠിക്കുന്നതായിരിക്കും, ആദ്യം പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത്? സിജിഎല്ലിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെയാണോ പഠിച്ചു വെച്ചേക്കുന്നത്? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ മെത്തേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇപ്പൊ സമയമുണ്ട് മാറ്റാൻ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? മാറ്റിക്കൊള്ളുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. ദിശ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതുപോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ പഠിച്ചു തോന്നും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവരും എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പെർസെന്റേജ് എന്ന ക്വസ്റ്റനിൽ ഈ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റൻസ് കൂടുതൽ ചെയ്തത്. കുറച്ച് മെത്തേഡ്സ് എന്ത് ചെയ്യാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് കമന്റ് ആയിട്ട് പറയാം. അപ്പൊ വ്യൂസ് കുറവാണ്. അപ്പൊ എനിക്കറിയില്ല എന്താണ് ഇത്ര നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇട്ടിട്ടും വ്യൂസ് കുറവെന്ന്. എനിക്കറിയില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതാണോ അതോ നിങ്ങൾ അറിയാത്തതാണോ. അപ്പൊ അറിവില്ലായ്മയാണെങ്കിൽ എന്ത് ചെയ്യാം? മാക്സിമം പേർക്ക്, കാണുന്നവർ, ഇഷ്ടപ്പെടുന്നവർ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫീഡ്ബാക്കുകൾ കമന്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കൂടുതൽ നല്ല കണ്ടന്റുമായിട്ട് നിങ്ങൾ വരാം. ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് പുതിയൊരു കാര്യം തരാതെ എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അതിന് പഠിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവർക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.